അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇതേ കട്ടൻ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണേ. ഞങ്ങൾ 4 പേരും കട്ടൻ കുടിച്ചു. കഞ്ഞിക്ക് ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അരി എടുത്തു വെച്ചിട്ടുണ്ട്. ചായ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ദേ അടുപ്പിലേക്ക് ഇടുക കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദേ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴും അപ്പുറത്തൊരു ശബ്ദം കേട്ടെ. ഞങ്ങളുടെ വരിക്കപ്ലാവിൽ നിന്ന് അവൻ്റെ ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നോക്കുമ്പോൾ ഒരു 5-6 ചക്ക, മൂത്തിട്ടൊന്നുമില്ല, ചെറിയ ചക്കകളാട്ടോ. ദേ അവൻ്റെ കൈ ഒടിഞ്ഞ് കിടക്കുവാണേ. ഭയങ്കര കഷ്ടമായി പോയിട്ടോ. അപ്പോൾ അതിലേ നടന്നു പോന്നപ്പോൾ അവിടെ നിറയെ ചീരക്കൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി പൊന്തി വന്നിട്ട് വേണം അത് പരച്ചിട്ട് ചീരത്തോരൻ വെക്കാനായിട്ട്. അപ്പോൾ ദേ ആ ചക്കയിൽ നിന്ന് ഞാനൊരു ചെറിയ ചക്ക എടുത്തുകൊണ്ടുവന്ന് വെച്ചതാട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് പുട്ടാണേ. എനിക്ക് പുട്ട് ഇഷ്ടമല്ല, അപ്പം ഞാൻ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പുട്ടുണ്ടാക്കി. ആദ്യത്തെ പുട്ട് വെന്തു കേട്ടോ. അപ്പം അത് ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് ഇതേ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ സോസ് പാനാട്ടോ ഞങ്ങളുടെ. അപ്പം ഞാൻ പുട്ടിന് കറി കിഴങ്ങാട്ടോ. കിഴങ്ങിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ദേ അരിഞ്ഞെടുക്കുന്നു കേട്ടോ. സവാളയൊക്കെ നേരത്തെ അരിഞ്ഞ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദേ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പുട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഗോതമ്പ് ദോശ ചുടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ദേ ഗോതമ്പ് ദോശ കേട്ടോ. എനിക്ക് ഗോതമ്പ് ദോശ ഇഷ്ടം. നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് പറയണേ. അപ്പോൾ ദേ ഞാൻ ദോശ ചുട്ടെടുത്തു കേട്ടോ. അപ്പം ഞാൻ ദോശ തക്കാളി ചട്നിയും കൂട്ടി കേട്ടോ കഴിച്ചേ. ഞാൻ കിഴങ്ങറി കൂട്ടിയില്ലായിരുന്നേ. തക്കാളി ചട്നി ഉണ്ടായിരുന്നു, ഇന്നലത്തെ ചാളക്കറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിച്ചു. അപ്പോൾ ചേട്ടായി ഇതേ കായലിൽ നിന്ന് പിടിച്ചിട്ട് വന്ന മീനാണേ, പൊടിമീനാട്ടോ അത്. അപ്പോൾ ഞാനതല്ല അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് നമുക്ക് കറി വേണ്ടേ. അപ്പോൾ ഞാനത് അരപ്പ് റെഡിയാക്കി. അരപ്പ് തിളച്ചപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം അതിനകത്തേക്ക് പെറുക്കിയിട്ടു കേട്ടോ. ബാക്കിയുള്ളത് വറുക്കാനും വെച്ചു. കുരുമുളക്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബാക്കി നങ്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതേ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് ഞാനത് വറുക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.